ഇന്ത്യൻ പ്രീമിയർ ലീഗ് 19ാം സീസണിന് മുന്നോടിയായി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പുറമെ രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജുവിനെ ലക്ഷ്യമിട്ട ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ രംഗത്തുണ്ടെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു. സഞ്ജുവിനെ ടീമിലെത്തിക്കുന്നതിലുള്ള താൽപര്യം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തന്നെ പ്രതിനിധിയെ ഉദ്ധരിച്ച ക്രിക്ബസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എന്നതായിരുന്നു ഇതുവരെയുള്ള അഭ്യൂഹങ്ങളെങ്കിൽ മലയാളി താരത്തിനായി കൂടുതൽ ടീമുകൾ രംഗത്തുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഏതൊക്കെ ടീമുകളാണ് രംഗത്തുള്ളതെന്ന പേരെടുത്ത് പരാമർശിക്കുന്നുമില്ല. സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താൽപര്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ ഔദ്യോഗിക തലങ്ങളിൽ നീക്കങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നാണ് ചെന്നൈയുമായി ബന്ധപ്പെട്ട പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സ്രോതസ്സിനെ ഉദ്ധരിച്ച പ്രസ്തുത മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായും സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താൽപര്യമുണ്ട്. വിക്കറ്റ് കീപ്പറും ഓപ്പണറും എന്നതിലുപരി അദ്ദേഹം ഇന്ത്യൻ താരം കൂടിയാണ്. സഞ്ജുവിനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കും. സഞ്ജുവിനെ ടീമിലെത്തിക്കുന്നതിന് പകരം ആരെ കൊടുക്കുമെന്നതിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ചർച്ചകൾ ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ടെന്നത് വാസ്തവമാണെന്ന് CSK പ്രതിനിധിയെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ സീസണിൽ 18 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയ താരത്തെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് പകരം ആരെ നൽകുമെന്നത് വ്യക്തമല്ല. കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിൽ ടീമിനെ നയിച്ച ഋതുരാജ് ഗേക്വാദാണ് സഞ്ജുവിനൊത്ത തുകയ്ക്ക് ചെന്നൈ നിലനിർത്തിയ താരം. എന്നാൽ ഗേക്വാദിനെ ദീർഘകാല അടിസ്ഥാനത്തിലാണ് നായക സ്ഥാനത്തേക്ക് നിയോഗിച്ചതെന്നതാണ് ചെന്നൈ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് മുൻപ് വിശദീകരിച്ചത്. IPL ചരിത്രത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നിട്ടിറങ്ങിയ ട്രേഡുകൾ തീർത്തും കുറവാണ്. 2021 സീസണിൽ റോബിൻ ഉത്തപ്പയെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നെങ്കിലും അന്ന് പണം നൽകിയായിരുന്നു ഈ ഇടപാട്. താരങ്ങളെ ട്രേഡിംഗിലൂടെ സ്വന്തമാക്കുന്നതിനുള്ള വിൻഡോ നിലവിൽ ഓപ്പണാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് പുറമെ മറ്റ് ചില IPL ടീമുകളും സഞ്ജുവിനെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായ മറ്റ് ചില താരങ്ങൾക്കായും ടീമുകൾ രംഗത്തുണ്ടെന്ന് സൂചനയുണ്ട്. ഈ കാര്യത്തിൽ ടീമുടമയായ മനോജ് ബദാലെയാകും അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് റിപ്പോർട്ടിലുള്ളത്. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രേഡ് നീക്കങ്ങളിലൊന്നായി സഞ്ജുവിന്റേത് മാറാനാണ് സാധ്യതകൾ. സഞ്ജു ട്രേഡ് വഴി രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ട്രേഡ് നിയമവുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒട്ടേറെ സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. സഞ്ജു ട്രേഡ് ഡീലിൽ CSKയിൽ എത്തുകയാണെങ്കിൽ ആ നീക്കം എങ്ങനെയാണ് നടക്കുക എന്ന് നോക്കണം. IPL ലേലത്തിലൂടെ അല്ലാതെ ഫ്രാഞ്ചൈസിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരത്തെ സ്വന്തമാക്കാൻ അവസരം നൽകുന്നതാണ് ട്രേഡ് ഡീലുകൾ. മറ്റൊരു ഫ്രാഞ്ചൈസിയിൽ കളിക്കുന്ന താരത്തെ ഈ ഡീലിലൂടെ സ്വന്തമാക്കാൻ ടീമുകൾക്ക് സാധിക്കും. 2026 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായുള്ള IPL ട്രേഡ് ജാലകം നിലവിൽ തുറന്നു കഴിഞ്ഞു. 2025 സീസൺ അവസാനിച്ച 7 ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രേഡ് വിൻഡോ തുറന്നത്. അടുത്ത IPL ലേലത്തിന് 7 ദിവസം മുൻപ് വരെയാണ് ഈ ട്രേഡ് ജാലകം ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.